ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ WWE ബന്ധപ്പെട്ടിരിക്കുന്ന ന്യൂസാണ് കവർ ചെയ്യാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 100 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ AJ Leeയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് AJ Lee എത്രത്തോളം വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു ആ ഒരു 2010 ആ ഒരു 13 കാലഘട്ടത്തിൽ അവർ ക്രിയേറ്റ് ചെയ്തൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. എന്തായാലും CM Punk റിട്ടേൺ ചെയ്ത പോലെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് AJ Leeയുടെ റിട്ടേണിന് വേണ്ടിയാണ്. എന്തായാലും അത് നമുക്ക് മിക്കവാറും ഉടൻ തന്നെ കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ CM Punk AJ Leeയെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് എൻ്റെ റിട്ടേൺ ആരാധകർ ഇത്രത്തോളം രീതിയിൽ ആഘോഷിച്ചു, അപ്പോൾ AJ Leeയുടെ റിട്ടേൺ ഇതിനേക്കാട്ടിൽ ഭീകരമായിരിക്കും, അല്ലെങ്കിൽ ഇതിനേക്കാട്ടി മികച്ച രീതിയിലായിരിക്കും ആരാധകർ ആഘോഷിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ നമ്മുടെ CM Punk പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം AJ Lee വൺ ഓഫ് ദി ബെസ്റ്റ് സൂപ്പർ സ്റ്റാർ ആയിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ആ ഒരു സമയത്ത് AJ Lee എന്ന് പറയുന്നത്. സോ എന്തായാലും ഇപ്പോൾ ആ ഒരു ലെവലിൽ നിൽക്കുന്നൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, കാണുമായിരിക്കാം. ബട്ട് AJ Lee ഒരു വേറെ ലെവലൊരു സംഭവം തന്നെയായിരുന്നു ആ ഒരു ടൈമിൽ. അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് AJ Leeയുടെ റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ട്? നിങ്ങൾക്ക് വീണ്ടും AJ Lee കാണണം എന്ന ആഗ്രഹമുണ്ട് ഉള്ളവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബെക്കി ലിഞ്ചുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. എന്തായാലും ബെക്കി ലിഞ്ച് അവരുടെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അവർ ജിമ്മിൻ്റെ ട്രെയിനിങ് നിൽക്കുന്നൊരു പോസ്റ്റാണ്. റെഡി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ ഒരു പോസ്റ്റിന് താഴെ ഇട്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് ബെക്കി ലിഞ്ച് ഉടൻ തന്നെ WWE റിട്ടേൺ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. മിക്കവാറും റോയൽ റംബിളിലൊക്കെ ഒരു റിട്ടേണുള്ള സാധ്യതകളുണ്ടെന്ന്. എന്തായാലും ഇപ്പോൾ കൂടുതൽ പേര് പറഞ്ഞു കേൾക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ബെക്കി ലിഞ്ച് വിരമിച്ചു എന്നാണ്, റിട്ടയർ ചെയ്തു എന്നാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല ബെക്കി ലിഞ്ച് വിരമിച്ചു എന്ന്. കാരണം അവർ അടുത്ത പീക്കിലാണ് നിൽക്കുന്നത് കരിയർ. സോ വിരമിക്കാനുള്ള സാധ്യതകളൊന്നും തന്നെയില്ല. ഇപ്പോൾ അവർ കുറച്ച് സിനിമകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും വിരമിച്ചിട്ടൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. സോ എന്തായാലും ഈ ഒരു റോയൽ റംബിളിലൊക്കെ ബെക്കി ലിഞ്ചിനെ കാണാൻ സാധിച്ചത് വളരെ മികച്ചൊരു കാര്യമായിരിക്കും. കാരണം ഇപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് സൂപ്പർ സ്റ്റാർ ആയിട്ട് WWE തന്നെ വുമൻസ് ഡിവിഷനിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇരിക്കുന്നത് ബെക്കി ലിഞ്ചാണ്. സോ എന്തായാലും അവരെ ഉടൻ തന്നെ കാണാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചില ഫാൻസ് പറയുന്നത് നമ്മുടെ മൈക്കിൾ കോൾ കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ബ്രോക്ക് ലെസ്നറെ മെൻഷൻ ചെയ്തു എന്നാണ് ചില ഫാൻസ് പറയുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് സോളോ സിഗാർ റോമൻ റീൻസ് ആ ഒരു ടൈമിൽ ഒരു വാക്ക് നമ്മുടെ മൈക്കിൾ കോൾ ഉപയോഗിച്ചു. ആ ഒരു വാക്ക് എന്ന് പറയുന്നത് ആൽഫ മെയിൽ എന്നാണ്. സോ ഒരു ആൽഫ മീൽ എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിക്കാൻ കാരണം ഒരുപക്ഷെ ബ്രോക്ക് ലെസ്നറിൻ്റെ റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എന്നാണ് നമ്മുടെ ബ്രോക്ക് ലെസ്നർ ഫാൻസൊക്കെ പറയുന്നത്. അതായത് 2021 ബ്രോക്ക് ലെസ്നർ റിട്ടേൺ ചെയ്ത സമയത്ത് അന്ന് മൈക്കിൾ കോൾ ഉപയോഗിച്ചൊരു വാചകമായിരുന്നു, ബ്രോക്ക് ലെസ്നറെ മെൻഷൻ ചെയ്യുന്നൊരു വാചകമായിരുന്നു ആൽഫ മെയിൽ എന്നുള്ളത്. സോ എന്തായാലും ആ ഒരു വാചകം വീണ്ടും ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് മൈക്കിൾ കോൾ. പിന്നെ അതിന് മുമ്പ് പല രീതിയിലും ബ്രോക്ക് ലെസ്നറെ മെൻഷൻ ചെയ്തുള്ള പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ തുടർച്ചയായിട്ട് ഇങ്ങനെ വരുന്ന ടൈമിൽ പലരും ബ്രോക്ക് ലെസ്നർ ഫാൻസ് ആണെങ്കിലും പല WWE ആരാധകരാണെങ്കിലും പറയുന്നത് ചിലപ്പോൾ ബ്രോക്ക് ലെസ്നർ റിട്ടേൺ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ്. എന്തായാലും ബ്രോക്ക് ലെസ്നറിനും ബെക്കി ലിഞ്ചിനും ഒക്കെ ഇനി എത്ര നാൾ റെസ്ൽ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ബെക്കി ലിഞ്ച് നമുക്കറിയാം വുമൺ സൂപ്പർ സ്റ്റാർസ് ഒത്തിരി നാൾ അവരുടെ കരിയർ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല മെൻ സൂപ്പർ സ്റ്റാർസിൻ്റെ കൂട്ട്. പിന്നെ ബെക്കി ലിഞ്ചിന് അവർ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം കിട്ടി. ഇതൊരു US പൗരത്വം അവർ വളരെയധികം ആഗ്രഹിച്ചത്. അവർ അയർലൻഡുകാരിയാണ്. സോ അതവർക്ക് കിട്ടി. അതുപോലെ തന്നെ അവർക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരങ്ങൾ കിട്ടി. സോ അതുകൊണ്ട് തന്നെ എത്രത്തോളം ബെക്കി ലിഞ്ചിന് തിരിച്ചു വരും എന്നുള്ള കാര്യം നമുക്ക് കണ്ട് തിരിച്ചു വന്നാൽ ഒരു 2-3 വർഷത്തിനുള്ളിൽ തന്നെ ബെക്കി ലിഞ്ച് തിരിച്ചു വരണം. അതായിരിക്കും അവരുടെ കരിയർ നല്ലത്. നമുക്കറിയാം പ്രായമായിട്ട് പല സ്റ്റാർസ് വന്നു, പല സൂപ്പർ സ്റ്റാർസ് വന്നു. അവർക്കൊന്നും സർവൈവ് ചെയ്യാൻ WWE പറ്റിയില്ല വുമൺ സൂപ്പർ സ്റ്റാർസിന്. സോ അതൊരു ഡിഫിക്കൽട്ട് സംഭവം തന്നെയാണ് കുറച്ച് ഏജ്ഡായിട്ട് തിരിച്ചു വരിക എന്നുള്ളത്. സോ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും ബ്രോക്ക് ലെസ്നറിൻ്റെ കാര്യത്തിൽ കുറേയധികം മെൻഷൻ വരുന്നുണ്ട്. എന്തായാലും ബെക്കി ലിഞ്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പോസ്റ്ററുണ്ട്. സോ എന്തായാലും റോയൽ റംബിളിൽ അല്ലെങ്കിൽ സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ എവിടെയെങ്കിലും നമുക്ക് ഏതെങ്കിലുമൊക്കെ റിട്ടേൺ പ്രതീക്ഷിക്കാം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെലികാസ്റ്റിംഗ് മാറാൻ പോവുകയാണ്. മിക്കവാറും ഇനിയും TV-യിൽ WWE നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തായാലും നമ്മൾ വിചാരിച്ചിരുന്നത് അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ നെറ്റ്ഫ്ലിക്സിൽ ടെലികാസ്റ്റ് എന്ന്. സോ എന്തായാലും അങ്ങനെയല്ല. അമേരിക്കയിൽ മാത്രമല്ല നെറ്റ്ഫ്ലിക്സിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇന്ത്യയിലും ടെലികാസ്റ്റ് ചെയ്യുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും അവർ സോഷ്യൽ മീഡിയ പേജിൽ ഓരോ കൺട്രി ബേസ് അവർ ഇട്ടിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സ്. സോ അവിടെ അവർ ഇന്ത്യയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നെറ്റ്ഫ്ലിക്സിലേക്ക് WWE പോകും എന്നാണ്, ഇന്ത്യയിലെ WWE പോകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് ഇനി നമുക്ക് ചിലപ്പോൾ സോണിയിൽ കാണാൻ പറ്റില്ല. സോണിയുടെ ഒക്കെ ഒരു അവസാന ഇറയായിരിക്കും ഇത്, അവസാന റണ്ണായിരിക്കും. സോണി
ഒരു നൊസ്റ്റയാണ്, ഇത് ഇനി നൊസ്റ്റയായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ സാധിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏതാണ്ടൊക്കെ ഒരു 90% ഓഡിയൻസും WWE കാണുന്നത് ടി വിയിലാണ്. സോ ടി വി പോയി കഴിഞ്ഞാൽ അത് വലിയ എഫക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് നെറ്റ്ഫ്ലിക്സ് വലിയ പൈസ കൊടുത്താണ് ഇതെല്ലാം എടുക്കാൻ പോകുന്നത്. ഇനിയൊരു ടി വി ഒക്കെ മാറി ഫുൾ ഫോണറായാണ് വരാൻ പോകുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നില്ല ആളുകൾ ഇത് മാറ്റി ടി വി മാറ്റി WWE ഒക്കെ ഒരു 3 മണിക്കൂർ ഫോണിനകത്ത് കുത്തിയിരുന്ന് കാണും എന്നൊക്കെ. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ നെറ്റ്ഫ്ലിക്സിലേക്ക് ഇത് വരുന്നത്? എനിക്ക് തോന്നുന്നില്ല ഉടനെ പെട്ടെന്ന് അങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2025 ഇവരുടെ കോൺട്രാക്ട് സോണിയുമായിട്ടുള്ള കോൺട്രാക്റ്റ് കഴിയുമ്പം നെറ്റ്ഫ്ലിക്സിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ബട്ട് പെട്ടെന്ന് തന്നെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ടോട്ടലി ഫുള്ളായിട്ട് നെറ്റ്ഫ്ലിക്സിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും എന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നെറ്റ്ഫ്ലിക്സ് വേണോ സോണി വേണോ? ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഓരോ കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പോൾ ജേക്ക് പോളിനെ അറിയാം. മൈക്ക് ടൈസണുമായിട്ടുള്ളൊരു ഫൈറ്റ് കഴിഞ്ഞ് വലിയൊരു ഇമ്പാക്റ്റാണ് ആ ഒരു ഫൈറ്റിന് ശേഷം ജേക്ക് പോൾ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. എന്തായാലും ജേക്ക് പോൾ ആണെങ്കിലും ലോഗൻ പോൾ ആണെങ്കിലും അവർക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്. യൂട്യൂബേഴ്സായിട്ട് ഇരുന്നിട്ട് അവർ പോയ ആ ഒരു ലെവലെന്ന് പറയുന്നത് വേറെ ലെവലാണ്. സോ എന്തായാലും ജേക്ക് പോളിന് ഇപ്പോൾ ഭയങ്കര ഒരു അറ്റൻഷനാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇത് മുതലെടുക്കാൻ WWE തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 2025 നടക്കാൻ പോകുന്ന ഒരു PLEൽ ജേക്ക് പോളിനെ കൊണ്ടുവരാൻ WWE ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും അത് ഭയങ്കരമായിരിക്കും. എന്തായാലും നമ്മുടെ മൈക്ക് ടൈസൺ ജേക്ക് പോൾ മാച്ച് വീണ്ടും റിക്രിയേറ്റ് ചെയ്യുമോ WWE അതൊന്നും പറയാൻ സാധിക്കുന്നില്ല. എന്തായാലും ജേക്ക് പോൾ വേഴ്സസ് ലോഗൻ പോൾ ഒക്കെ മാച്ചൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം. സോ WWE ഓൾവേസ് ഇൻട്രസ്റ്റഡ് ആണ് ജേക്ക് പോളിനെ. ലോഗൻ പോൾ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലോഗൻ പോൾ വർക്ക് ചെയ്യുന്നത് മാത്രമല്ല, ജേക്ക് പോളിനാണെങ്കിലും ലോഗൻ പോളിനാണെങ്കിലും WWE മത്സരിക്കുക, അവിടെ ഒരു കോൺട്രാക്റ്റ് കിട്ടുക, അവിടെ ഒരു സൂപ്പർ സ്റ്റാർ ആകുക എന്നുള്ളത് അവരുടെ വലിയൊരു ആഗ്രഹമാണ്. സോ അതെന്തായാലും നടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജേക്ക് പോൾ WWE വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട്? എന്തായാലും അദ്ദേഹം ആ ഒരു UFC മാച്ച് വരെ, ആ ഒരു ബോക്സിംഗ് മാച്ച് വരെ പുള്ളി സ്ക്രിപ്റ്റഡ് ആക്കി. പിന്നെ സ്ക്രിപ്റ്റഡ് ഷോയിലേക്ക് വന്ന അതിനെക്കാട്ടി മികച്ചൊരു സ്ക്രിപ്റ്റഡ് മാച്ച് ചെയ്യാൻ നമ്മുടെ ജേക്ക് പോളിന് എന്താ പറയുക, വലിയ ഇതൊന്നും കാണില്ല. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റോമൻ റെയിൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റാണ്, നമ്മുടെ ഒറിജിനൽ ട്രൈബൽ ചീഫ്. സോ എന്തായാലും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് നമുക്കറിയാൻ സാധിക്കുന്നത് അടുത്ത വർഷം തൊട്ട് നമുക്ക് റോമൻ റെയിൻസിനെ സ്മാക്ക് ഡൗണിൽ കാണാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള വാർത്തയാണ്. അതായത് ഒരുപക്ഷെ കൂടുതലായിട്ട് നമുക്ക് റോയിൽ കാണാൻ സാധിക്കും, വളരെ കുറച്ചായിട്ട് സ്മാക്ക് ഡൗണിൽ കാണാൻ സാധിക്കും. നെറ്റ്ഫ്ലിക്സിലേക്ക് റോ പോകുന്നതുകൊണ്ട് തന്നെ സ്മാക്ക് ഡൗണിൽ അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് കുറവും റോയിൽ കൂടുതലുമായിരിക്കും. ഒരുപക്ഷെ റോയിൽ മാത്രമേ അദ്ദേഹം അപ്പിയർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും നമുക്കറിയാം ഇതുവരെ ഒരു ഷോ എന്ന് പറയുന്നത് സ്മാക്ക് ഡൗൺ ആയിരുന്നു റോമൻ റെയിൻസ് ഉള്ളതുകൊണ്ട് തന്നെ. എന്തായാലും പണ്ടത്തെ ആ ഒരു എന്താ പറയുക പ്രതാപം തിരിച്ചെടുക്കാൻ നെറ്റ്ഫ്ലിക്സ് ഷോയിലൂടെ റോയ്ക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു എന്താ പറയുക, പണ്ട് നമുക്കറിയാം റോ ആയിരുന്നു മെയിൻ എന്ന് പറയുന്നത്, ഇനിയുള്ള സ്മാക്ക് ഡൗൺ. സോ കുറച്ച് ആ ഒരു കോവിഡ് ടൈം ആയപ്പോഴത്തേക്കും തിരിഞ്ഞു, സ്മാക്ക് ഡൗൺ മെയിൻ ഷോ ആയി, നമ്മുടെ റോ എന്താ പറയുക രണ്ടാമത്തെ ഷോ ആയി മാറുകയും ചെയ്തു, സെക്കൻഡ് ഷോ ആയി മാറുകയും ചെയ്തു. അതിനുള്ള കാരണം റോമൻ റെയിൻസ് സ്മാക്ക് ഡൗണിൽ ആയതുകൊണ്ടാണ് എന്നുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് റോമൻ റെയിൻസ് ഇനിയും റോയിലായിരിക്കും ഉണ്ടാകുക നെറ്റ്ഫ്ലിക്സ് ഷോയുമായിട്ട് ബന്ധപ്പെട്ട്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും ഒന്ന് രേഖപ്പെടുത്തുക. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് CM പങ്കിന് അദ്ദേഹത്തിന് ഫ്യൂച്ചറിൽ മത്സരിക്കാൻ ഇഷ്ടമുള്ള സൂപ്പർ സ്റ്റാർസ് ആരാണെന്നൊരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചിരുന്നു. എന്തായാലും അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ അദ്ദേഹം തന്നിട്ടുണ്ട്. എനിക്ക് ഇത്രയും പേരുമായിട്ട് മത്സരിച്ചാൽ കൊള്ളാം ഫ്യൂച്ചറിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു താരങ്ങളുടെ പേര് നമുക്കൊന്ന് നോക്കാം. ചാഡ് ഗേബിളുണ്ട്, ബ്രോൺസൺ റീഡുണ്ട്, ലുഡ്വിഗ് കൈസറുണ്ട്, ഗന്ധറുണ്ട്, റോമൻ റെയിൻസ് ഉണ്ട്, കോൾറോഡ്സ് ഉണ്ട്, റോക്ക് ആൻഡ് ജോൺ സീന. സോ ഇത്ര പേരുടെ പേരാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിൽ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല ചാഡ് ഗേബിൾ വേഴ്സസ് CM പങ്ക് മാച്ച് കാണണമെന്ന്. അതുപോലെ തന്നെ ബ്രോൺസൺ റീഡ് CM പങ്ക് ഒക്കെ കണ്ടുമൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന്. അങ്ങനെ ലുഡ്വിഗ് കൈസർ അതും എനിക്ക് ഒട്ടും ഇല്ല ആഗ്രഹം കാണണമെന്ന്. പിന്നെ ഗുന്തർ CM പങ്ക് മാച്ച് അത് കുറച്ച് പവറുള്ള മാച്ചാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന മാച്ച് എന്ന് പറയുന്നത് റോമൻ റീഡ്സ് വേഴ്സസ് CM പങ്ക് മാച്ചും, അതുപോലെ തന്നെ വീണ്ടും ആ ഒരു ജോൺസിന വേഴ്സസ് CM പങ്ക് മാച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മാച്ച് എന്ന് പറയുന്നത്. സോ എന്തായാലും അത് വരുമെന്ന് നമുക്ക് വിചാരിക്കാം. സോ ബാക്കിയുള്ള മാച്ച് എനിക്കത്ര ചാഡ് ഗേബിളിൻ്റെ ലുഡ്വിഗ് കൈസറിൻ്റെ ഒക്കെ പേര് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്തിനാണെന്ന് എനിക്കറിയില്ല. സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എഡ്ജുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റാണ്. എന്തായാലും എഡ്ജിൻ്റെ പേരിൽ ഇപ്പോൾ ട്രേഡ് മാർക്ക് WWE ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇത് എഡ്ജിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പേര് എഡ്ജ് എന്ന് പറയുന്ന പേര് ഇനിയും വേറെ എവിടെയും ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഫുൾ റൈറ്റ് ഇപ്പോൾ WWE മേടിച്ചിരിക്കുകയാണ്.
എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇത് ആഡം കോപ്ലാൻഡിൽ ഇനി എവിടെയും എഡ്ജിന് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. എഡ്ജ് എന്നുള്ള പേരിനും എഡ്ജിന് എവിടെയും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. സോ എന്തായാലും അത് എഡ്ജിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം അദ്ദേഹത്തെ എല്ലാവരും അറിയുന്നത് എഡ്ജ് എന്ന് പറയുന്ന ആ ഒരു പേര് കൊണ്ടാണ്, ആഡം കോപ്ലാൻഡ് എന്ന് പറയുന്ന പേര് കൊണ്ടല്ല. സോ ഉറപ്പായിട്ടും WWE ഇത് ട്രേഡ് മാർക്ക് ചെയ്ത് പൂർണ്ണമായിട്ടും ആ ഒരു പേര് പൂട്ടിയിരിക്കുകയാണ്. എന്തായാലും ഒരു തരത്തിലും അത് എഡ്ജിന് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറി. സോ ഇനി ആഡം കോപ്ലാൻഡ് എന്ന പേര് ഏർപ്പെടേണ്ടി വരുമായിരിക്കും. എന്തായാലും WWE വരുമ്പോൾ ഓക്കെ ആവുമായിരിക്കും. എനിക്ക് തോന്നുന്നു അലൂമിനി സെക്ഷനിലേക്ക് ഇനിയും അലൂമിനി സെക്ഷനല്ല, ഒരു ലെജൻഡറി സെക്ഷനിലേക്കൊക്കെ എഡ്ജ് വരാനുള്ള സാധ്യതകളുണ്ട്. സോ ആ ഒരു സമയത്ത് ഓക്കെ ആവുമായിരിക്കും, പേരൊക്കെ തിരിച്ച് കിട്ടുമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. സോ എന്തായാലും ഈ ഒരു സമയത്ത് എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഫുൾ കവർ ചെയ്തിരിക്കുകയാണ് ട്രേഡ് മാർക്ക് കൊണ്ട് WWE.